ജോർദാനിലെ ഹോളി ലാൻഡുകളിൽ പ്രധാനമായ ഒന്നാണ് മൗണ്ട് നെബോ. കാർ പാർക്ക് ചെയ്ത് അല്പദൂരം നടന്നു വേണം വിസിറ്റിംഗ് സെന്ററിലേക്ക് ചെല്ലുവാൻ. ജോർദാൻ പാസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എൻട്രൻസിൽ നിന്നും ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പീസ് മോണ്യുമെന്റ് ആണ്. This is to commemorate the visit of John Paul II in the year 2000. മോശയ്ക്ക് വാഗ്ദത്ത ദേശത്തിന്റെ കാഴ്ച ലഭിച്ച സ്ഥലമായി ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കുന്നാണ് മൗണ്ട് നെബോ. മദബായിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുന്ന് സീ ലെവലിൽ നിന്നും ഏതാണ്ട് 2300 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നാണ് ഇത്. സിയാഗ എന്ന അറബിക് നാമത്തിൽ അറിയപ്പെടുന്ന മൗണ്ട് നെബോയിൽ വ്യാപിച്ചു കിടക്കുന്ന കോമ്പൗണ്ട് ചർച്ചുകളും മൊനാസ്ട്രീസും ഗ്രേവ് യാർഡ്സും ഗ്രൂപ്പ് ഓഫ് ബ്യൂട്ടിഫുൾ മൊസൈക്സും എല്ലാം ഉൾക്കൊള്ളുന്നു. ദ അബൂബക് റോളിംഗ് സ്റ്റോൺ പഴയ ഗ്രാമമായ ഫൈസാലിയയിലെ ബൈസന്റൈൻ ആശ്രമത്തിന്റെ ഉറപ്പുള്ള വാതിലായി ഉപയോഗിച്ചിരുന്നതാണിത്. സിയാഗ മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങളാണ് ബസിലിക്ക ഓഫ് മോസസിന്റെ പല ഭാഗങ്ങളിലായി സംരക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മോസസ് മെമ്മോറിയൽ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോകാം. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊണാസ്ട്രിയുടെ ഭാഗമാണ് ഈ പള്ളി. ഇതാണ് തിയോട്ടോക്കോസ് ചാപ്പൽ, ഡെഡിക്കേറ്റഡ് ടു മേരി മദർ ഓഫ് ജീസസ്. And the floor is paved with the mosaics of plants and flowers. ചർച്ചിനുള്ളിൽ എല്ലാവരും ശാന്തവും നിശബ്ദവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം നമുക്ക് തരുന്നു. അല്പനേരം കണ്ണുകൾ അടച്ച് ശാന്തമായിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കാഴ്ചകൾ തുടർന്നു. Today, the Mount Nebo is an active Franciscan monastery, the headquarters of the Franciscan Archaeological Institute, and a popular spot for pilgrims and tourists alike. ബൈസന്റൈൻ ചർച്ചിന്റെ ഭാഗമായ മൊസൈക്കുകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള അൾത്താര. അഹറോനും മിറിയാമിനുമൊപ്പം താമ്ര സർപ്പത്തിൻ കീഴിൽ നിൽക്കുന്ന മോശയുടെ ചിത്രമാണ് ആ നടുക്കു കാണുന്ന ഗ്ലാസിൽ വരച്ചു വെച്ചിരിക്കുന്നത്. പുരാതന ബാസന്റൈൻ ചർച്ചിന്റെ അവശിഷ്ടങ്ങളും തൂണുകളും മൊസൈക്കുകളും എല്ലാമാണ് ഈ ചർച്ചിനുള്ളിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. These mosaics are from the year 531. ഈ മൊസൈക്കുകളിലെ ചിത്രങ്ങൾ നമ്മളെ പല ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു. പ്രധാനമായും വേട്ടയാടലും അജപാലനവും എല്ലാമായിരുന്നു അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജോർദാനിൽ വസിച്ചിരുന്ന മൃഗങ്ങളെയും നമുക്ക് കാണാം. അതിൽ സിംഹം, സീബ്ര, ഒട്ടകപ്പക്ഷി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. മോസസ് മെമ്മോറിയൽ ചർച്ചിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന കാഴ്ച അത്ഭുതകരമാണ്. ഈ മലയുടെ മുകളിൽ നിന്നും നോക്കിയാൽ ഡെഡ് സീയും ജോർദാൻ നദിയുടെ താഴ്വരയും, അതുപോലെ നല്ല കാഴ്ചയുള്ള ദിവസമാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് നഗരമായ ജെറീക്കോയും ജെറുസലേമും എല്ലാം കാണാം. അവിടെ ആ കാണുന്നതാണ് ഡെഡ് സീ. In the front of church, directly overlooking the Jordan Valley and the Dead Sea, is a powerful modern sculpture, a cross with a serpent coiled around it. It is a visual reference to Moses holding out a bronze serpent so that those who had been bitten by snakes in the wilderness might touch it and be healed, a prefiguring of the healing power of Christ on the cross. ഇവിടെ നിന്നും ഏതാണ്ട് 1 hour ഡ്രൈവ് ചെയ്താലാണ് ഡെഡ് സീയിലേക്കും അതിനു സമീപമുള്ള ബാപ്റ്റിസം സെന്ററിലേക്കും എത്തുക. താൻ പ്രവേശിക്കില്ലെന്ന് ദൈവം പറഞ്ഞ കാനാൻ ദേശം കാണാനായി മോശ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി എന്നതാണ് ബൈബിളിൽ നിയമാവർത്തന പുസ്തകം പറയുന്നത്. ആ കാണുന്ന ഡെഡ് സീയുടെ മറുകരയാണ് ഇസ്രായേൽ. മൗണ്ട് നെബോയുടെ ചരിത്രം പറയുന്ന ഒരു ചെറിയ മ്യൂസിയവും ഉണ്ട് ഇവിടെ. മോസസ് മെമ്മോറിയൽ ചർച്ചിന്റെ ഒരു മിനിയേച്ചർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ മലയും ഇതിന്റെ ചുറ്റുവട്ടവും അതിമനോഹരമായി നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ മൗണ്ട് നെബോയിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു.
മൗണ്ട് നെബോയിൽ പ്രധാനമായും കാണാനുള്ളത് മെമ്മോറിയൽ സ്റ്റോൺ ഓഫ് മോസസ്, ദ ബുക്ക് ഓഫ് ലവ് സ്റ്റാച്യു, ദ അബുബാദ് റോളിംഗ് സ്റ്റോൺ, സിയാഗ മോണസ്ട്രീസ് ആൻഡ് ഗ്രേവ്യാർഡ്സ്, മോസസ് മെമ്മോറിയൽ ചർച്ച്, ബ്രേസൺ സർപ്പന്റ്, എ മെമ്മോറിയൽ വ്യൂ പോയിന്റ് ഓഫ് ദ മൗണ്ടൻ ആൻഡ് മ്യൂസിയം. മോസസ് സ്പ്രിംഗ് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. മോസസ് പാറയിലടിച്ച് വെള്ളമുണ്ടാക്കിയ 2 സ്ഥലങ്ങളിൽ ഒന്നായ മോസസ് സ്പ്രിംഗ് ഈ മൗണ്ട് നെബോയുടെ അടുത്താണെന്നറിഞ്ഞ് അവിടെ പോകാൻ ശ്രമിച്ചു. മോസസ് സ്പ്രിംഗിൽ ഒരു വിസിറ്റേഴ്സ് സെന്റർ ഒക്കെ പ്രതീക്ഷിച്ചു ചെന്ന് ഞങ്ങൾക്ക് കാണാൻ ലഭിച്ചത് വണ്ടി പോലും ഇറങ്ങിച്ചെല്ലുകയില്ലാത്ത കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു. ഗണ്ണൊക്കെ കയ്യിലേന്തി നിൽക്കുന്ന ഒരു അറബ് വംശജനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു വലിയ ഒലിവ് തോട്ടത്തിലാണെന്നും അതിൽ കാട്ടുമൃഗങ്ങളും പാമ്പും ഉള്ളതുകൊണ്ടാണ് ഗണ്ണ് കൊണ്ട് നടക്കുന്നതെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലം അതിനു മുമ്പായിരുന്നുവെന്നുമെല്ലാം അദ്ദേഹം അറബിയിൽ ഷൈബിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗണ്ണൊക്കെ പിടിച്ച് ഒരു ഫോട്ടോയും എടുത്ത് മോസസ് സ്പ്രിംഗ് തേടി ഞങ്ങൾ വീണ്ടും യാത്രയായി. ആ കുന്നു കയറി വരിക എന്നുള്ളത് വലിയ ഒരു കടമ്പയായിരുന്നു. അവിടെ നിന്നും പുറപ്പെട്ട ഞങ്ങൾ മോസസ് സ്പ്രിംഗ് കണ്ടിട്ടേ പോകൂ എന്നും തീരുമാനിച്ചു. ഇവിടെ എങ്ങും ഒരു സൈൻ ബോർഡോ മനുഷ്യനോ ഒന്നുമില്ല. വിജനമായ സ്ഥലം. വലിയ കയറ്റം കയറിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ആ കുന്നിന്റെ മുകൾ ഭാഗത്തെത്തിയപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ മൗണ്ട് നെബോയും മോസസ് ചർച്ചുമെല്ലാം കണ്ടു. അപ്പോഴേക്കും അവിടുത്തെ ഏതാണ്ട് ഭൂമിശാസ്ത്രം മനസ്സിലായി. ഈ 2 മലയുടെ ഇടയിലൂടെയുള്ള വാലിയുടെ തുടക്ക ഭാഗമാണ് ഈ മോസസ് സ്പ്രിംഗ് എന്ന് ഞാൻ അനുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴേക്കും അറബിയിൽ അദ്ദേഹം പറഞ്ഞ സ്പോട്ട് ഏതാണ്ട് ഇങ്ങനെയാണെന്ന് ഷൈബി മനസ്സിലാക്കി. വലിയ 6 യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് ആ സ്പോട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഏതായാലും അതിമനോഹരവും സാഹസികവുമായ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോസസ് സ്പ്രിംഗിലെത്തി. ഇവിടേക്ക് യാത്രാ സൗകര്യങ്ങളോ അധികമാരും എത്തിപ്പെടാത്തതുമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്നും വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും ആ വെള്ളത്തിൽ ഒന്ന് സ്പർശിക്കണം എന്ന് തോന്നി. അപ്പോഴാണ് ഈ കല്ലിനിടയിലൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് 2 പേർ മുന്നിൽ നടന്നുപോയത്. അങ്ങനെ ഞങ്ങളും മോസസ് സ്പ്രിംഗിനടുത്തേക്ക് യാത്ര തുടർന്നു. ആ വാലിയുടെ കാഴ്ച അതിമനോഹരമാണ്. വെയിലുണ്ടെങ്കിലും അവിടുത്തെ കാലാവസ്ഥ തണുത്തതാണ്. ചെറിയ ഒരു കാറ്റുമുണ്ട് കൂടെ. ഒരു വലിയ ഗുഹ പോലെയുള്ള പാറയ്ക്കുള്ളിൽ ചെറിയ പാറക്കെട്ടുകളിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു. മോസസ് സ്പ്രിംഗ് കണ്ട സന്തോഷത്തിൽ ഞങ്ങളുടെ അടുത്ത യാത്ര ബെഥനി ബിയോണ്ട് ദ ജോർദാൻ ജീസസ് ബാപ്റ്റിസം സെന്ററിലേക്കാണ്. പോകുന്ന വഴിയിൽ മൗണ്ട് നെബോയ്ക്കടുത്തുള്ള ജാസ്മിൻ ഹൗസ് റെസ്റ്റോറന്റിൽ നിന്നും ഉച്ചഭക്ഷണവും കഴിച്ചു.